ഇതാണ് സ്റ്റിംഗ് റേ അഥവാ റേ ഫിഷ്. നമ്മുടെ നാട്ടിൽ തിരച്ചി, പിന്നെ തമിഴിൽ തിരുക്കൈ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഫിഷാണ് ഞാനിവിടെ വയ്ക്കാൻ പോകുന്നത്. പതിവായിട്ട് ഞാൻ തിരച്ചി മീൻ വയ്ക്കുന്നത് ഓമം വറുത്തരച്ചാണ്. ഇന്ന് അതിൽ നിന്ന് എല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റിൽ ഞാനിന്ന് ചെയ്യുകയാണ്. ഇതെനിക്ക് എൻ്റെ ചേച്ചിയുടെ അമ്മായി പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഓമത്തിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്കും ഇത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തിരച്ചി മീൻ എങ്ങനെയാണ് വറുത്തരച്ച് വെക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു കടായിൽ ഒരു ചെറിയ കപ്പ് തേങ്ങ, ഒരു മുറി തേങ്ങ ഒന്നും ആവശ്യമില്ല, കുറച്ച് തേങ്ങ ഒന്ന് ഡ്രൈ റോസ്റ്റ് തന്നെ ചെയ്തെടുക്കാം, എണ്ണ ആവശ്യമില്ല. അപ്പോൾ ഇത് കുറച്ചൊന്ന് വറന്ന് വരുമ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പില എത്ര ഇട്ടാലും അതിൻ്റെ ഒരു ടേസ്റ്റും മണവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഒരു 2 പിടി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വറുത്ത് വരുമ്പോൾ 1 സ്പൂൺ ഉലുവ, 2 സ്പൂണ് പെപ്പർ അതും കൂടെ ഇട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് പെരിഞ്ചീരം ഇടാം. ഞാൻ പതിവായിട്ട് ഫിഷിനൊന്നും പെരിഞ്ചീരം ഇടാറില്ല, പക്ഷേ ഇത് കേട്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയായിരുന്നു. സോ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണ്, വയറിനും നല്ലതാണ്. ഓമത്തിൻ്റെ ടേസ്റ്റിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പെരിഞ്ചീരം ഇട്ടപ്പോഴാണ്. നമുക്കപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വറുക്കാം. എന്നിട്ട് ഇതിന് ആവശ്യമായ 2 സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് റെഡ് ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വറുവിട്ടിട്ടുണ്ട്. നമുക്കിതിനെ തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതായിട്ടൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഒന്ന് വറുത്തെടുക്കണം. അത് എണ്ണയിലിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റണം. പച്ച ഉള്ളിയുടെ മണത്തിനേക്കാളും കുറച്ച് എണ്ണയിൽ അങ്ങനെ വഴറ്റിയതിന് ശേഷമുള്ള ഉള്ളി അരയ്ക്കുന്നതാണ് മീനിന് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഉള്ളി കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറുമ്പോൾ മതിയാക്കാം. ഇതും മിക്സിനോടൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഫിഷിന് വേണ്ട കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമായ പുളി ചേർക്കാം. ഒരു നാരങ്ങ സൈസിന് പുളി വെള്ളത്തിൽ ഞാൻ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ്, കറിവേപ്പില, മുരിങ്ങയ്ക്ക, തക്കാളി വേണമെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇടുകയാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ കുറച്ച് ഗ്രേവി ആയിട്ട് വയ്ക്കുന്ന മീനിനൊക്കെ മുരിങ്ങയ്ക്ക ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മുരിങ്ങയ്ക്കയും തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു തിള വരുമ്പോൾ കഷ്ണങ്ങളിടാം, അല്ല ആദ്യമേ ഇട്ടാലൊന്നും കുഴപ്പമില്ല. അങ്ങനെ നല്ലതായിട്ട് 2 തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അടിപൊളി ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് കപ്പയും അത് പുഴുങ്ങില്ലേ, കപ്പ പുഴുങ്ങിയത്, അതിനും ബെസ്റ്റായിരിക്കും. നമുക്ക് വൈറ്റ് റൈസിനോട് നന്നായിരിക്കും. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.